ഇപ്പൊ നമ്മുടെ ഈ ഇഷ്ടരാഗം എന്ന് പറഞ്ഞ സിനിമയിലാണെങ്കിലും ഇപ്പൊ കൈലാഷ് ചേട്ടൻ അങ്ങനെ കുറച്ച് എക്സ്പീരിയൻസ് ആയ കുറെ പുതുമുഖങ്ങളല്ലാണ്ട് എക്സ്പീരിയൻസ് ആയ കുറെ ആക്ടേഴ്സ് ഉണ്ട്. അപ്പൊ തിരിച്ചിപ്പോ സിനിമയിലോട്ട് വന്നു വീണ്ടും എക്സ്പീരിയൻസ് ആയ ആക്ടേഴ്സിനൊപ്പം അഭിനയിച്ചപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്? കുറെ പേരൊക്കെ എന്താണ് കൈലാഷേട്ടനുണ്ട്, ശ്രീകുമാരേട്ടനുണ്ട്, ഉണ്ണിരാജേട്ടനുണ്ട്. അപ്പൊ അവർക്ക് നമ്മൾ ടി വിയിലൊക്കെ കണ്ട് നമുക്ക് പരിചയമുണ്ട്. അപ്പൊ ഇങ്ങനൊരു കൺസേൺ ഉണ്ടായിരുന്നില്ല. അവരൊക്കെ ഇപ്പൊ ഭയങ്കര സീനിയേഴ്സ് ആണല്ലോ. ഞാൻ പണ്ട് ചെറുതിലേക്ക് കുട്ടി റോൾസ് ചെയ്തെന്ന് വെച്ചിട്ടുള്ള ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ വരുമ്പോൾ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷനല്ല എങ്കിൽ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഡൗട്ട് ഉണ്ടാവില്ലേ, പറ്റുമോ എന്നുള്ളൊരു സാധനം നമുക്ക് തോന്നുമല്ലോ. പക്ഷെ ഇവർക്ക് ഭയങ്കര നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട്. ഞാൻ വിചാരിച്ച പോലെ അല്ലായിരുന്നു. എല്ലാവരും ഭയങ്കര കമ്പനി ആയിട്ടാണ് എല്ലാവരും സംസാരിച്ചത്. അപ്പോൾ തന്നെ നമ്മൾ റിലാക്സ്ഡായി, നമ്മൾ ടോട്ടലി ഫ്രീ ആയി. അതങ്ങനെയാണല്ലോ. അല്ലെങ്കിൽ ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും പുതിയൊരു ജോബിന് പോയിട്ടാണെങ്കിലും പുതിയ ടീംമേറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ അടുത്ത് ഒന്ന് സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ പകുതി ആശ്വാസമല്ലേ. ആ ഒരു ഡിഫറൻസ് നമുക്ക് അവിടെ ഫീൽ ചെയ്തു. അതുകൊണ്ടായിരിക്കാം നമുക്കും നമ്മുടെ പെർഫോമൻസിലും ആ വ്യത്യാസം കാണിക്കും. ഈ ലൊക്കേഷനിൽ എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരുമായിട്ടും? എല്ലാവരും നല്ലൊരു അടിപൊളിയായിട്ട് തന്നെയായിരുന്നു. നല്ല ലൊക്കേഷനായിരുന്നു. കാഞ്ഞിരക്കൊല്ലി എന്നായിരുന്നു ലൊക്കേഷൻ്റെ പേര്. അതൊരു ഹിൽ സ്റ്റേഷൻ പോലത്തെ ഒരു സ്ഥലമായിരുന്നു അല്ലേ, ഹൈ റേഞ്ച് പോലൊരു സ്ഥലമായിരുന്നു. കുറച്ച് കോൾഡാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. കുറേ പച്ചപ്പും കാണാനൊക്കെ ഒത്തിരി ഉണ്ട് അവിടെ. എനിക്ക് തോന്നുന്നു അവിടെ ആദ്യമായിട്ട് പിടിക്കുന്ന ഒരു സിനിമയാണെന്ന് തോന്നുന്നു. സോ അതും ആൾക്കാർ എൻജോയ് ചെയ്തു. അവിടെ തന്നെ സ്റ്റേ ഉണ്ടായിരുന്നു. ടോട്ടലി വർത്ത് ഇറ്റ് എന്ന് തന്നെ പറയാം. ഇപ്പൊ നമ്മള് ഒരുപാട് സിനിമകളും അല്ലെങ്കിൽ ഒരുപാട് പുതുമുഖങ്ങളൊക്കെ നമ്മുടെ മലയാള സിനിമക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എപ്പോഴും ഇങ്ങനെ പുതുമുഖങ്ങളെ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പൊ ചൈൽഡ് ആർട്ടിസ്റ്റ് ആണെങ്കിലും ഇപ്പൊ വലുതായിട്ട് വന്നിട്ട് ഒരു കംബാക്ക് ഒക്കെ നടത്തുന്നുണ്ട്. അപ്പൊ അതേപോലെ മലയാള സിനിമയും ജിഷിനെ സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? അത് ജനങ്ങൾ തീരുമാനിക്കും. അത് നമ്മുടെ എഫേർട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു പാഷൻ നമ്മൾ ഫോളോ ചെയ്യുന്നു, നമ്മളതിനെ പെർസ്യൂ ചെയ്യാന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. നമ്മൾ കുറേ ഇൻ്റർവ്യൂസ് കാണുമ്പോൾ, വലിയ വലിയ ആക്ടേഴ്സിൻ്റെ ഇൻ്റർവ്യൂസ് കാണുമ്പോൾ അവരെപ്പോഴും പറയും സിനിമയ്ക്ക് നിന്നെ ആവശ്യമില്ല, നിനക്കാണ് സിനിമേനെ ആവശ്യം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. പണ്ടൊന്നും ഞാൻ കാര്യമായിട്ടൊരു എഫേർട്ട് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ പിന്നെ സിനിമയ്ക്ക് വേണ്ടി പുറകെ നടക്കാൻ അങ്ങനത്തെ ആ ഒരു ഐഡിയയിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല. പലർക്കും ഇല്ല സത്യം പറഞ്ഞാൽ. എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും സിനിമേനകത്ത് ചാൻസ് നോക്കി നടക്കുന്നവരാണെങ്കിൽ പോലും അവരത്രയും എന്താണ്, ഒരു കാസ്റ്റിംഗ് കോൾ കിട്ടിയാൽ നമുക്ക് കണ്ടു അപ്പോൾ പോയി. അല്ലാണ്ട് അതിന് വേണ്ടി എഫേർട്ട് എടുത്ത് കാസ്റ്റിംഗ് കോളുള്ള ഓഡിഷൻസ് കണ്ടുപിടിച്ച് അതിന് വേണ്ടി പുറകെ നടക്കുന്ന നല്ല മടിയന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട്, മടിച്ചുകളായിട്ടുള്ള ആൾക്കാർക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ആ കൂട്ടത്തിൽ പെട്ടൊരാളാണ് ഞാനും പറയും. പക്ഷെ ഇപ്പോൾ ചേഞ്ച് ആയി വരുന്നുണ്ട്. ബിക്കോസ് ലൈക്ക് ഐ എം സ്റ്റാർട്ടിങ് ടു റിയലൈസ് അത് നമ്മൾ എഫേർട്ട് എടുത്ത് കഴിഞ്ഞാൽ കിട്ടും. എഫേർട്ട് എടുക്കണം. ആ ഒരു പെയിൻസ് ടേക്കിംഗ് കുറച്ച് മൊമെന്റ്സ് ഉണ്ടെങ്കിൽ പോലും ഒരു 5 മിനിറ്റ് അതിന് വേണ്ടി എഫേർട്ട് ഇടാണെന്ന്. അപ്പോൾ ഐ തിങ്ക് അത് നമുക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് കൂടിയാണല്ലോ. പിന്നെ ഇനിയിപ്പോ നെക്സ്റ്റ് പ്രോജക്ട്സ് അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ? നെക്സ്റ്റ് പ്രോജക്ട് ഞാൻ ഇനിയിപ്പോൾ മൂവിയിലോട്ട് തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ എൻ്റെ പഴയ ബന്ധങ്ങളൊക്കെ ഇങ്ങനെ റീകണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. എന്താണ്, ഡയറക്ടേഴ്സിനെയും പ്രൊഡ്യൂസേഴ്സിനെയും കൺട്രോളേഴ്സിനെയും ആൾക്കാരൊക്കെ ഇങ്ങനെ തിരിച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. സോ നമ്മുടെ മൂവി ഇപ്പോൾ റിലീസിന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത് സിനിമ കാണണം. എൻ്റെ ഒരു റീ എൻട്രി കൂടിയാണത്. സോ കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. നല്ലതാണെന്നുണ്ടെങ്കിൽ സ്വീകരിക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടെ ചേർത്ത് നിർത്തുക. അതാണ് വേണ്ടത്. ഓക്കെ. അപ്പോൾ ജിഷിൻ പറഞ്ഞ പോലെ തന്നെ സിനിമയും വൻ ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ജിഷിന് വീണ്ടും ഒരു റീ എൻട്രി നടത്താൻ പോവാണ്. അപ്പം അതും വൻ വിജയകരമാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.